സംയുക്ത സംരംഭങ്ങൾ പരസ്പര ലാഭത്തിനും പൊതുവായ ലക്ഷ്യത്തിനും വേണ്ടി രണ്ടോ അതിലധികമോ ബിസിനസ് സംരംഭങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് സംയുക്ത സംരംഭങ്ങൾ. പലതരം സംരംഭങ്ങൾ നാം പഠിച്ചു. ഏകാംഗ വ്യാപാരം, പങ്കാളിത്ത ബിസിനസ്, ആഗോള സംരംഭങ്ങൾ, സർക്കാർ കമ്പനികൾ, പൊതു കോർപ്പറേഷനുകൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സംരംഭം ഒരുമിച്ച് കൂടി അവർ പൊതുവായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരംഭിക്കുന്ന സംരംഭമാണ് സംയുക്ത സംരംഭം. ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളോ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ളതോ വിദേശ കമ്പനികളോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊരു സംരംഭങ്ങളിൽ പങ്കാളികളാകാം. അതുപോലെ കുറേ നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്കോ ഇത് ഫോം ചെയ്യാം. ഇപ്പോൾ കുറേ നാളത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങി കുറേ നാൾ റൺ ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്ന ലക്ഷ്യത്തോടെ നമുക്ക് വേണം സംയുക്ത സംരംഭം തുടങ്ങാം. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പാലം പണിയാമെന്ന് വെച്ചോ, അപ്പോൾ ആ പാലം പണി കഴിയുന്നത് വരെ രണ്ട് കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്കോ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഇനി ഉദാഹരണങ്ങൾ നോക്കാം. ടാറ്റ സ്റ്റാർബക്സ് തുടങ്ങിയത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സും സ്റ്റാർബക്ക് കോർപ്പറേഷനും കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമായിട്ടാണ്. അതുപോലെ മാരുതി സുസുക്കി, മാരുതി ഉദ്യോഗും സുസുക്കി മോട്ടോർ കോർപ്പറേഷനും കൂടിയാണ് തുടങ്ങിയത്.